2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആകെ മത്സരിക്കുന്നത് 75,644 സ്ഥാനാർത്ഥികൾ. 39,609 സ്ത്രീകളും 36,034 പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറുമാണ് മത്സരരംഗത്തുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ശരാശരി സ്ത്രീ സ്ഥാനാർത്ഥി പ്രാതിനിധ്യം 52.36 ആണ്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ 29,262 സ്ത്രീ സ്ഥാനാർത്ഥികളും 26,168 പുരുഷ സ്ഥാനാർത്ഥികളുമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ 3,583 സ്ത്രീകളും 3,525 പുരുഷന്മാരും മത്സരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് 672 പുരുഷന്മാരും 602 സ്ത്രീകളുമാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. മുനിസിപ്പാലിറ്റികളിൽ 5,221 വനിതകളും 4,810 പുരുഷന്മാരും, കോർപ്പറേഷനുകളിൽ 941 സ്ത്രീകളും 859 പുരുഷന്മാരുമാണ് സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുള്ളത്. വനിതാ സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യം ഗ്രാമപഞ്ചായത്ത് തലത്തിൽ 52.79%, ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ 50.40%, ജില്ലാ പഞ്ചായത്ത് തലത്തിൽ 47.21%, മുനിസിപ്പാലിറ്റി തലത്തിൽ 52.05%, കോർപ്പറേഷൻ തലത്തിൽ 52.27%. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 74,889 സ്ഥാനാർത്ഥികളായിരുന്നു മത്സരിച്ചത്. 38,593 പുരുഷന്മാരും 36,305 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറും. ഇത്തവണ 745 സ്ഥാനാർത്ഥികളുടെ വർധനയുണ്ട്. സ്ഥാനാർത്ഥികളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യവും വർദ്ധിച്ചു. 2020 കണക്കുകൾ പ്രകാരം സ്ത്രീ സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യം 48.45% 2025 52% മുകളിലായി. ജില്ലാ പഞ്ചായത്ത് തലത്തിൽ പുരുഷ സ്ഥാനാർത്ഥികളാണ് 2 തവണയും മുന്നിൽ. 2020 594 പുരുഷ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നപ്പോൾ 2025 ഇത് 672 ഉയർന്നു. 2020 685 സ്ത്രീ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നതിൽ നിന്ന് 2025 ആയപ്പോഴേക്കും 602 കുറഞ്ഞു. 2 തവണയും ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള ജില്ല മലപ്പുറമാണ്. 2020 8,387 സ്ഥാനാർത്ഥികളും 2025 8,381 സ്ഥാനാർത്ഥികളുമാണ് ഇവിടെയുള്ളത്. എറണാകുളം, തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളും 2 തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ മുന്നിലാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.